കുട്ടികളെയും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയുമെല്ലാം ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കഫക്കെട്ടും തുടർന്നുള്ള ശ്വാസതടസ്സവും ചുമയുമൊക്കെ. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം അണുബാധ തന്നെയാണ്. മുതിർന്നവരേക്കാൾ കുട്ടികൾക്കാണ് പലപ്പോഴും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇത്തരം കഫക്കെട്ട് അണുബാധയായി മാറി പലപ്പോഴും ആൻറ്റിബയോട്ടിക്സ് വരെ കഴിക്കേണ്ട അവസ്ഥയിൽ എത്തുകയും ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളിലും കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറവായതു കാരണം കഫക്കെട്ട് പെട്ടെന്ന് ഉണ്ടാകുകയും ചെയ്യും. ഇത് ചുമയിലേക്കും ശ്വാസകോശ സംബന്ധമായ മറ്റു രോഗങ്ങളിലേക്കുമെല്ലാം പോകുകയും ചെയ്യും. ഇങ്ങനെ കഫക്കെട്ട് ഉള്ളിലുണ്ടാകുമ്പോൾ ഈ കുട്ടികൾ ഛർദ്ദിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അവർ ഇടയ്ക്കിടെ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. ആ ഛർദ്ദിക്കുള്ള ഒരു മരുന്നാണ് പറയാൻ പോകുന്നത്. 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. ഒരു പിടി അരി എടുത്ത് വറക്കുക. മൺചട്ടിയിലാണ് ഇട്ട് വറക്കേണ്ടത്. അത് വറുത്ത് ചുവന്ന കളറായി, ഈ അരി ചുവന്ന കളറായി മാറുമ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം പഴുത്ത തെങ്ങിൻ പട്ടയുടെ ഈർക്കിളി എടുക്കുക. ഒരു ഈർക്കിളി എടുത്താൽ മതിയാവും. ചെറുതായി കഷ്ണങ്ങളാക്കി ആ ഈർക്കിളി വെള്ളത്തിലേക്കിട്ട് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പച്ചമല്ലി കൂടെ ഇടുക. എന്നിട്ട് ഈ 2 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് ആകുന്നത് വരെ നന്നായി തിളപ്പിക്കുക. ആ 1.5 ഗ്ലാസ് വറ്റിച്ചതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ആ വെള്ളം അരിച്ച് അതിൽ തേൻ ചേർത്ത് കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് കുടിക്കാൻ കൊടുക്കാം. കുറേശ്ശെയായി കുടിച്ചാൽ മതിയാവും. ഇത് ബഹുമാനപ്പെട്ട കാര്യവട്ടം PMSA സയ്യിദ് ഹക്കീം തങ്ങളുപ്പാപ്പ അവർകളുടെ ഗുരുമുഖത്തു നിന്നും പഠിച്ച പാരമ്പര്യ ചികിത്സാ രീതികളിലെ ചില ചികിത്സാ നുറുങ്ങുകളാണ് ഞാൻ പറയുന്നത്. മഹാനായ തങ്ങളുപ്പാപ്പാൻ്റെ അനുമതിയും ഇതിനായി കിട്ടിയിട്ടുണ്ട്.